എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യയാണ്. കുറേ ദിവസമായി ഇങ്ങനെ ലൈവിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഞാൻ വന്നിട്ട് കുറേ കാലമായിട്ട് ആയി. അപ്പൊ അതുകൊണ്ട് വിചാരിച്ചു ഇന്ന് സൺഡേ ആണ്, എല്ലാവരും വീട്ടിലിരിക്കുന്ന ദിവസമാണ്. പിന്നെ ധാരാളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് പനിയെപ്പറ്റി ചോദിക്കാണ്ടാവും. കാര്യം കേരളം പനിയുടെ ഒരു പിടിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. പലതരം പനിമരണങ്ങൾ കൂടുന്നു. അപ്പൊ നമ്മളിപ്പോ കഴിച്ച ടോക്ക് ചെയ്തതും ഡെങ്കിപ്പനിയെ പറ്റിയിട്ടായിരുന്നു. ധാരാളം പേര് കണ്ടു, ധാരാളം പേര് കൂടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പൊ നമുക്ക് എന്റെ ലൈവ് ടോക്കുകളിൽ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള സാധ്യത കുറവായതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ലൈവ് ടോക്ക് പനിയെപ്പറ്റി മാത്രമാണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ അതിനെ പറ്റിയിട്ടുണ്ടെങ്കിലും, ഇന്ന് കേരളത്തിൽ കാണുന്ന പനികളെ പറ്റി അതിന്റെ സംബന്ധമായിട്ടുള്ള എന്ത് വിവരങ്ങൾ വേണമെങ്കിലും ഇപ്പൊ ഈ ടോക്കിൽ നമുക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ താഴെ വരുന്ന നിങ്ങളുടെ മെസ്സേജുകൾ വായിച്ച്, സംശയങ്ങൾ വായിച്ച് ലൈവായിട്ട് തന്നെ എനിക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ എല്ലാവരും ഹായ് 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 അജമൽ, എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലെ? എല്ലാവരും ഇപ്പൊ ഇന്ന് വീട്ടില് വീക്കെൻഡ് ഒക്കെ ആയിട്ട് ഇരിക്കുകയായിരിക്കും. പറഞ്ഞോളൂ, ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നമ്മൾ വെറുതെ സമയം വേസ്റ്റ് ആക്കാതെ നിങ്ങൾക്ക് ചോദിക്കാം. പനി, അതപ്പോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കേരളം ഇന്ന് പലതരം പനികൾ, അമീബിക് മസ്തിഷ്ക ജ്വരം, ഡെങ്കിപ്പനി, എലിപ്പനി, വെസ്റ്റ് നൈൽ പനി, അങ്ങനെ പല 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 പനികൾ, H1N1, അങ്ങനെ പല പല പനികളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ അതിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ലൈവായിട്ട് സംശയ ദൂരീകരണം ചെയ്യുന്നത്. ഹായ് റോയ്, ഹായ് പ്രമോദ്, ഹായ് രാജേഷ്, എല്ലാവർക്കും ഹായ് ട്ടോ. അപ്പോൾ സംശയങ്ങൾ ചോദിച്ചോളൂ, നമുക്ക് സെഷൻ ഓപ്പൺ ആണ്. കുട്ടികളെ മഴ കൊള്ളിച്ചാൽ പനി ഉണ്ടാകുമോ? അത് ഗഫൂറ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ അതിനൊരു സയന്റിഫിക് ബേസിസ് ഒന്നുമില്ല കേട്ടോ ഗഫൂർ. നമ്മൾ മഴ കൊണ്ടാൽ പനി പിടിക്കും, ജലദോഷം പിടിക്കും എന്ന് പറയുന്നതില്ല. പക്ഷെ ഒരു കാര്യം, നമ്മൾ ഇപ്പൊ ഈ തണുത്ത ഭക്ഷണം, തണുത്ത വെള്ളം, അതുപോലെ തണുത്ത വെള്ളത്തിലുള്ള മഴ, ഇതൊക്കെ കൊള്ളുന്ന സമയത്ത് ഒരു കാര്യം സയന്റിഫിക്കലി പ്രൂവൺ ആണ്. അതായത് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട്, അതായത് നമ്മുടെ തൊണ്ട, നമ്മുടെ ശ്വാസനാളം, അതിലൊക്കെ ഇമ്മ്യൂണിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് മഴയൊക്കെ പെയ്യുമ്പോൾ നീർവീക്കം എന്ന് പറയുന്ന, അതായത് നീർവീക്കം സംഭവിക്കും എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പ്രാക്ടിക്കലി അത് സത്യമാണ് അല്ലെ? ഒന്ന് മഴ കൊണ്ടു, നമുക്ക് ചിലപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഒരു തൊണ്ടവേദന, കഴുത്തുവേദന, ഇവിടെ ഒരു നീർവീക്കം എന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ടിന്റെ ഇമ്മ്യൂണിറ്റി, അതായത് ലോക്കൽ ഇമ്മ്യൂണിറ്റി, അവിടെയുള്ള ലോക്കൽ പ്രതിരോധം കുറയ്ക്കാൻ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് താഴ്ന്ന ടെമ്പറേച്ചറിന് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് തണുത്ത വെള്ളം കുടിക്കുമ്പോൾ അല്ലെങ്കിൽ തണുത്ത മഴ കൊള്ളുമ്പോഴൊക്കെ നമുക്ക് ഈ പറയുന്ന നീർക്കെട്ട് ഉണ്ടാവാനുള്ളത് കാര്യം. പന്നിപ്പനി ഇപ്പൊ ഇതിന്റെ കൂടെ ഞാൻ പന്നിപ്പനിയെ പറ്റി കേട്ടില്ല, പക്ഷിപ്പനിയെ പറ്റിയിട്ടൊന്നും കേട്ടിട്ടില്ല. പിന്നെ ഒരാഴ്ച മുമ്പേറ്റ് എവിടെയോ പക്ഷികളെ, താറാവുകളെ കൊന്നൊടുക്കുന്നു, പന്നികളെ കൊന്നൊടുക്കുന്നു എന്ന് കേട്ടു. ഇപ്പൊ ഈ പറയുന്ന ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ഒരു വൈറസിന്റെ വകഭേദങ്ങളാണ്, ഈ H1N1 ഒക്കെ വകഭേദങ്ങളാണ് പക്ഷിപ്പനിയും പന്നിപ്പനിയും ഒക്കെ. സോ അതുകൊണ്ടാണ് നമ്മൾ മഴ കൊള്ളുമ്പോൾ കുട്ടികൾക്ക് ജലദോഷവും പനിയൊക്കെ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആ സംശയം ദൂരീകരിച്ചല്ലോ. വിട്ടുമാറാത്ത ജലദോഷം നോക്കൂ, വിട്ടുമാറാത്ത ജലദോഷം പലപ്പോഴും അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാവാനുള്ള സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ഈ ജലദോഷം, ചുമയും, അങ്ങനത്തെ ഈ ചെറിയ വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടുള്ളതാവാനുള്ള വഴിയില്ല. നിങ്ങൾക്ക് വിട്ടുമാറാത്ത ചുമയും ജലദോഷം ഉണ്ടെങ്കിൽ അത് അധികം അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന അലർജിയുടെ ഒരു വകഭേദമാവാനുള്ള സാധ്യതയുണ്ട്. സോ കുറച്ചു കാലത്തേക്ക് ചിലപ്പോൾ നേസൽ സ്പ്രേയും മരുന്നൊക്കെ ഉപയോഗിക്കേണ്ട ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഒരാൾ ചോദിച്ചിരിക്കുന്നത്, ബഷീർ ചോദിച്ചിരിക്കുന്നത്, സുരേഷ് സുരേഷ് ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് പനി വരാതിരിക്കാൻ വേണ്ട പ്രിക്കോഷൻസ് എന്നാണ്. നോക്കൂ, മഴക്കാലമാണ്. മെയിൻ ആയിട്ടുള്ള പ്രിക്കോഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെയും ഭക്ഷണത്തിന്റെയും ശുചിത്വം. അത് നമ്മൾ നോക്കിയാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് വയറിളക്ക രോഗങ്ങളാണ് എന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ അങ്ങനെയുള്ള പല പല സംഗതികൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ കോളറ, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, ശുചിത്വമില്ലാത്ത സ്ഥലത്ത് നിന്നുള്ള ഒരു പാനീയങ്ങളും വാങ്ങി കുടിക്കാതിരിക്കുക, കൈകൾ വൃത്തിയായി കഴുകുക, ഭക്ഷണങ്ങൾ അടച്ചു വെക്കുക, ഇതൊക്കെ നമ്മൾ എന്തായാലും നിർബന്ധമായിട്ടും ശീലിക്കേണ്ട ശീലങ്ങളാണ്. പിന്നെന്താണ്, സുഖല്ലേ? യെസ്. തല നന്നായി തോർത്തിയില്ലെങ്കിൽ, ഇതാണ് ഞാൻ പറഞ്ഞത്, തല തോർത്തിയില്ലെങ്കിൽ പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. അതായത് നമ്മുടെ തലയിൽ വെള്ളം നിൽക്കുമ്പോൾ ആ ഒരു ടെമ്പറേച്ചർ കുറഞ്ഞ സിറ്റുവേഷനിൽ നമ്മുടെ അണുക്കൾക്ക് നമ്മുടെ പ്രതിരോധ ശക്തി കുറയാനും അണുക്കൾ കൂടുതലായിട്ട് വളരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അധിക വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് പിടിപെടാനുള്ള സാധ്യത നമ്മളിങ്ങനെ തണുത്ത വെള്ളം കുടിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ മഴ നനയുമ്പോഴൊക്കെ ഉണ്ട്. പനി ഉള്ളപ്പോൾ നോൺ വെജ് കഴിക്കാൻ പാടില്ലേ? മധു, അതെന്തുകൊണ്ടാണ് അങ്ങനെ? അയ്യോ,
സോറി, അതെന്തുകൊണ്ടാണ് പറയുന്നത് അറിയോ, ഈ നോൺ വെജ് കഴിക്കരുത് എന്നുള്ളത്? പലപ്പോഴും നമുക്ക് ഈ ചെറിയ വൈറൽ പനികളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ലിവർ അഫക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ലിവറും നമ്മുടെ എല്ലാ അവയവങ്ങളും കുറച്ച് മന്ദഗതിയിലായിരിക്കും പണിയെടുക്കുന്നുണ്ടാവുക. സോ ആ സമയത്ത് നമ്മൾ ഭയങ്കര എണ്ണമിഴുക്കുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കാനുള്ള സാധ്യത, നമ്മൾ ലിവറിന് ഓവർ പണി കൊടുക്കുന്ന പോലെ. അപ്പൊ നമ്മൾക്ക് ഒരു പനി വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ക്ഷീണമായിരിക്കില്ലേ? അപ്പൊ നമുക്ക് ആരെങ്കിലും ഒരു വിറക് വെട്ടണ പണി തന്നാലോ? അതുപോലെയാണ് നമുക്കൊരു വൈറൽ പനിയൊക്കെ വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ അവയവങ്ങളും കുറച്ച് ക്ഷീണത്തിലായിരിക്കും. ആ സമയത്ത് നമ്മൾ അവർക്ക് ഓവർ പണി കൊടുക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് നോൺ വെജ് കഴിക്കരുത്, കട്ടി ആഹാരങ്ങൾ കഴിക്കരുത്, കഞ്ഞിയൊക്കെ പോലെയുള്ള പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്ന ആഹാരങ്ങൾ കഴിക്കണം എന്നൊക്കെ പറയുന്നതിന്റെ കാരണം നമ്മുടെ ലിവറിന് ഓവറായിട്ട് നമ്മൾ പണി കൊടുക്കരുത് എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ, വേറൊന്നുമില്ല. ഓക്കെ, അപ്പൊ ആ സംശയം കഴിഞ്ഞു. പനി ഉള്ളപ്പോൾ നോൺ വെജ് കഴിക്കാൻ പാടില്ലേ എന്നുള്ളത്. പനി ഉണ്ടാകുമ്പോൾ വിറയൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പനി ഉണ്ടാകുമ്പോൾ വിറയൽ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഉണ്ടല്ലോ, വിറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനി എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? പലപ്പോഴും അണുബാധകൾ കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ കൂട്ടുകയാണ് ചെയ്യുന്നത്. അതായത് ആ പനിയെ, അതായത് നമ്മുടെ അണുബാധയെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ആ പ്രക്രിയയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരം ടെമ്പറേച്ചർ കൂട്ടുകയാണ് ചെയ്യുന്നത്. ആ ടെമ്പറേച്ചർ കൂട്ടുന്ന ഒരു പ്രോസസ്സിന്റെ ഭാഗം തന്നെയാണ് ഈ വിറയലും. വിറയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസിലൊക്കെ കൂടുതൽ ആ ഒരു ട്രംബ്ലിംഗ് ഫോഴ്സ് കൊണ്ട് കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രതിരോധ മാർഗമാണ് ഈ പനി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ അണുക്കൾ, അത് വൈറസ് ആവട്ടെ ബാക്ടീരിയ ആവട്ടെ, നമ്മുടെ ശരീരത്തിൽ കടന്നിട്ട് അതിനെ ആന്റിജൻ എന്നാ പറയാം. നമ്മുടെ ശരീരം അതിനെതിരെ ആന്റിബോഡികൾ ഉണ്ടാക്കുന്നു. ഈ ആന്റിജനും ആന്റിബോഡികളും നമ്മുടെ ശത്രുക്കളും നമ്മുടെ പടയാളികളും തമ്മിൽ ഭയങ്കരമായ യുദ്ധം നടക്കുന്നതാണ് ഈ അണുബാധ എന്ന് പറയുന്നത്, ഇൻഫെക്ഷൻ. അപ്പൊ നമ്മുടെ ശരീരം അതിന് തത്തുല്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു റിയാക്ഷനാണ് ഈ പനി. അപ്പൊ ഈ പനിയുടെ, അതായത് ശരീരത്തിന്റെ ടെമ്പറേച്ചർ കൂട്ടുക എന്നുള്ളത് ഒരു പ്രതിരോധ പ്രക്രിയയാണ് നമ്മുടെ ശരീരത്തിന്റെ. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് വിറയൽ വരുന്നത്. ഈ വിറയലും നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരം ഉപയോഗിക്കുന്നത്. പനിയും ചുമയും കൂടി കുട്ടികൾക്കടക്കം ഡേഞ്ചർ ആണല്ലോ. പനിയും ചുമയൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. പിന്നെന്താണ്, കോളറ ഉണ്ട് എന്ന്. കോളറ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? നോക്കൂ, കോളറ തിരിച്ചറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് വാട്ടർ സ്റ്റൂൾ, നമ്മുടെ കഞ്ഞിയുടെ വെള്ളം പോലെയാണ് അതിന്റെ വയറിളക്കം പോവുക. നമ്മുടെ മലം പോകുന്നത് കഞ്ഞിവെള്ളം പോലെ ആയിരിക്കും. പിന്നെ ഭയങ്കരമായ പർജറേറ്റ് ആയിരിക്കും. അതായത് നമ്മള് ടാപ്പ് തുറന്ന പോലെ പോവാന്നൊക്കെ പറയില്ലേ, അതുപോലെ ഭയങ്കരമായിട്ട് വയറിളക്കും ഛർദി ഉണ്ടായിരിക്കും. അതിന്റെ കൂടെ തന്നെ മസിൽ ക്രാമ്പ്, പനിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട കേസുകൾ കുറവായിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു നെയ്യാറ്റിൻകര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റുവട്ടം, അതായത് ഒരു ക്ലസ്റ്റർ ഓഫ് കേസസ് എപ്പോഴും ഉണ്ടായിരിക്കും. കാരണം സോഴ്സ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ, ഇത് ഈ കോളറ ബാക്ടീരിയയുടെ സോഴ്സ് എവിടെയെങ്കിലും ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഒരു കേസായിട്ടല്ല വരിക, ഒരു ക്ലസ്റ്റർ കേസുകളായിട്ടാണ് വരിക. സോ വയറിളക്കവും ഛർദി ഉള്ള ആളുകളെ ഇത്തരത്തിൽ നമ്മുടെ കഞ്ഞിവെള്ളം പോലെ വയറിളക്കം പോവുക, പിന്നെ നിർത്താതെ വയറിളകിക്കൊണ്ടിരിക്കുക, ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക, വളരെയധികം കണ്ടീഷൻ മോശമായിക്കൊണ്ടിരിക്കുക, രോഗി തളർന്നു പോവുക, അങ്ങനത്തെ ഒക്കെ അവസ്ഥ ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കണം കേട്ടോ. പനി ഉള്ളപ്പോൾ കുളിക്കാമോ? പനി ഉള്ളപ്പോൾ നമുക്ക് മേല് കഴുകാം ചൂടുവെള്ളത്തിൽ കേട്ടോ, തണുത്ത വെള്ളത്തിലല്ല. ചൂടുവെള്ളത്തിൽ നമ്മുടെ മേല് കഴുകുന്നതോ തുടയ്ക്കുന്നതോ നമ്മുടെ പനി കുറയാൻ സഹായിക്കും. പിന്നെന്താണ്, വിറയലുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? തലതോർത്ത്, അതൊക്കെ നമ്മൾ പറഞ്ഞു. പനി മാറിയാലും ക്ഷീണം മാറാൻ കുറെ സമയമെടുക്കുന്നു. അത് വളരെ കോമൺ ആണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ വൈറൽ പനികളാണ് നമുക്ക് ഉണ്ടാവുന്ന അധിക പനികളും. ഈ വൈറൽ പനി കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് വൈറൽ മയാൾജിയ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയുണ്ട്. അതായത് പനി മാറിക്കഴിഞ്ഞാലും നീണ്ടു നിൽക്കുന്ന ക്ഷീണം. അത് വളരെ കോമൺ ആണ് വൈറൽ പനികളിൽ കേട്ടോ. അതുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും അത് മാറും. നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, നന്നായിട്ട് വെള്ളം കുടിക്കണം, റെസ്റ്റ് എടുക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വിട്ടുമാറാത്ത ചുമ, നോക്കൂ അജ്മൽ, വിട്ടുമാറാത്ത ചുമയുണ്ടെങ്കിൽ എന്തായാലും കാണിക്കണം. അത് പല അസുഖങ്ങളാവാം. ചിലപ്പോൾ TB ആവാം, അല്ലെങ്കിൽ അത് ആസ്മയാവാം. അപ്പൊ അതെന്താണെന്ന് നമ്മൾ എക്സ്റേയും ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയതിന് ശേഷം ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ചുമ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കഫം നമ്മൾ ടെസ്റ്റ് ചെയ്യണം, എക്സ്റേ നമ്മൾ എടുത്ത് നോക്കണം, മാൻഡോ ടെസ്റ്റ്, TB ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പൊ അത് എന്തായാലും കാണിക്കണേ. എത്ര ഡിഗ്രി പനിയാണ് ഡേഞ്ചർ? നോക്കൂ, അങ്ങനെയല്ല. പനി ഇത്രയ്ക്ക് മേലെ പോയാൽ ഡേഞ്ചർ, ഇത്രയ്ക്ക് കുറവ്, അങ്ങനെയല്ല. പനി തന്നെയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രിയിലൊക്കെ മേലെ പോകുന്ന പനി ഹൈ ഗ്രേഡ് പനിയാണ്, അത്രയേ ഉള്ളൂ. പക്ഷെ അങ്ങനെ നമുക്ക് ഇത്ര ഡിഗ്രിയുടെ മേലെയാണ് അപകടം അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. പനി ഉള്ളപ്പോൾ ഫുഡ് കുറയ്ക്കണോ? ഇതാണ് ഞാൻ പറഞ്ഞത്. പനി ഉള്ളപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഫുഡ് കുറയ്ക്കില്ല? നമ്മൾ കുറച്ച് പെട്ടെന്ന് എളുപ്പത്തിൽ ദഹിക്കുന്ന ഫുഡുകൾ കഴിക്കുക. നമുക്ക് എണ്ണമിഴുക്കുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഓക്കെ, ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുക. അത് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു അതിന്റെ കാര്യം എന്താണെന്നുള്ളത്. നമ്മൾ നമ്മുടെ ലിവറിന് കുറച്ച് റെസ്റ്റ് കൊടുക്കുകയാണ്. കാരണം ലിവറൊക്കെ കുറച്ച്
മന്ദഗതിയിലായിരിക്കും പണിയെടുക്കുന്നുണ്ടാവുക പനിയുള്ള സമയത്ത്. സോ നമ്മൾ ലിവറിന് കൂടുതൽ എണ്ണയും മെഴുക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ലിവർ നമുക്ക് ഓവർലോഡ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭക്ഷണം നന്നായിട്ട് കഴിക്കണം, വെള്ളം നന്നായിട്ട് കുടിക്കണം, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം, ഭക്ഷണം പെട്ടെന്ന് എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക കേട്ടോ. ചുമ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി മാറുന്നില്ല ബിജു. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, വിട്ടുമാറാത്ത ചുമ ഡെഫിനറ്റ്ലി കാണിക്കേണ്ട ഒന്നാണ് കേട്ടോ. പനിയും നെഞ്ചുവേദനയും ഉണ്ട് നോക്കൂ. അതൊക്കെ വെച്ചിരിക്കണോ? ഡോക്ടറെ കാണിക്കൂ. മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ല ഫുഡോ? അങ്ങനെ ഒരു ഫുഡൊന്നുമില്ല. എല്ലാ കാലത്തും ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, അത്രയേ ഉള്ളൂ. ഡോക്ടർ നാട്ടിലാണോ ദുബായിലാണോ ചോദിക്കേണ്ടത്? ഞാൻ ഇവിടെ ഷാർജയിലാണ് കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞാൽ നാട്ടിലേക്ക് എത്തും. അപ്പൊ എല്ലാരെയും അറിയിക്കാം. പനി ഉള്ളപ്പോൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം, അങ്ങനെ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ തന്നെ പാടില്ല എന്നല്ല, ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. പനി ഉള്ളപ്പോൾ കുളിച്ചാൽ പനി കൂടുമോ? നോക്കൂ, അങ്ങനെ കുഴപ്പമില്ല. പനി ഉള്ളപ്പോൾ നമ്മള് ചൂടുവെള്ളത്തിൽ, ടെപ്പിഡ് സ്പഞ്ചിങ് എന്ന് പറയും, അതായത് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതോ ചൂടുവെള്ളത്തിൽ മേല് തുടയ്ക്കുന്നതോ നല്ലതാണ്. അത് നമുക്ക് പനി കുറയാൻ സഹായിക്കും കേട്ടോ. കോളറ വരുമ്പോൾ ഉപയോഗിക്കാവുന്ന ഫുഡ് നോക്കൂ. കോളറ വരുമ്പോൾ ഉപയോഗിക്കാവുന്ന പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ ഫ്ലൂയിഡ്, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ, ORS സൊല്യൂഷൻ കുടിക്കണം. അതുപോലെ തന്നെ ഏത് വയറിളക്ക രോഗം, ഛർദി രോഗം ആണെന്നുണ്ടെങ്കിലും നമുക്ക് വീട്ടിലത്തെ ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പാനീയങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് ഫ്ലൂയിഡ്സ് കൂടുതലായിട്ട് കൊടുക്കുക. കഞ്ഞിയുടെ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കൊടുക്കാം, അതുപോലെ നാരങ്ങ വെള്ളത്തിൽ ഉപ്പും പഞ്ചസാര ഇട്ടിട്ട് കുടിക്കാം. ORS ലായനി വളരെ നല്ലതാണ്. പിന്നെ ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞു തന്നില്ലേ, നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ 6 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ് ഇത് കലക്കിയിട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ക്ഷീണം മാറാനും നമ്മുടെ ഡീഹൈഡ്രേഷൻ പ്രിവെന്റ് ചെയ്യാനും. ഇതുവരെ പച്ചവെള്ളം മാത്രമേ കുടിക്കാറുള്ളൂ. ഇതുവരെ കുഴപ്പമില്ല. അതെന്തായാലും ഇതുവരെ കുഴപ്പമില്ലാത്തത് ഭാഗ്യം. പക്ഷെ ദയവ് ചെയ്തിട്ട് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക കേട്ടോ. പനി വരുമ്പോൾ തന്നെ പലരും പാരസെറ്റമോൾ കഴിക്കുന്നുണ്ട്, അത് നല്ലതാണോ? നോക്കൂ ഗഫൂർ, നമ്മൾ പാരസെറ്റമോൾ കഴിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ പനി വെച്ചിരിക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. പനി വരുമ്പോൾ നമുക്ക് പാരസെറ്റമോൾ കഴിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ പനിയുടെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി ട്രീറ്റ് ചെയ്യണം. കാര്യം ഏത് പനിക്കും ഒരു കാരണമുണ്ട് അല്ലെ. ചിലപ്പോൾ അതൊരു വൈറൽ പനിയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു മൂത്രപ്പഴുപ്പായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു മഞ്ഞപ്പിത്തത്തിന്റെ പനിയായിരിക്കും. അപ്പൊ അതെന്താണ് കാരണം എന്ന് മനസ്സിലാക്കി നമ്മൾ ആ കാരണത്തിനെ കൂടി ചികിത്സിച്ചാലല്ലേ പനി മാറൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മൂത്രപ്പഴുപ്പിന്റെ പനിയാണെങ്കിൽ മൂത്രപ്പഴുപ്പ് ചികിത്സിക്കാതെ പനി മാറില്ല. അപ്പൊ പാരസെറ്റമോൾ കഴിക്കണോണ്ട് കുഴപ്പമില്ല. നമ്മൾ അതിനെ സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് എന്ന് പറയും. പനി എന്ന് പറയുന്നത് ഒരു രോഗലക്ഷണമാണ്, രോഗമല്ല. ആ രോഗലക്ഷണത്തെ നമുക്ക് ചികിത്സിക്കാം, അത് നമുക്ക് പാരസെറ്റമോൾ കഴിക്കാം. പക്ഷേ ആ രോഗ കാരണത്തെ കൂടി നമ്മൾ ചികിത്സിക്കണം, അത്രയേ ഉള്ളൂ. വയറിളക്കം വന്നാൽ എനിക്ക് മനസ്സിലായി. DCID പേഷ്യന്റോ? സീന ചോദിച്ചിരിക്കുന്നത് എനിക്ക് ക്ലിയർ ആയില്ല. സീന, ഏത് പേഷ്യന്റ് വയറിളക്കം വന്നാലത്തെ കാര്യമാണ് ചോദിക്കുന്നത്? തുടർച്ചയായ പനി വരുന്നത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട. അതെ 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 സജീവൻ, വിട്ടുമാറാത്ത പനിയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം വിട്ടുമാറാത്ത ഒരു പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു കാരണം ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തുടർച്ചയായിട്ട് വിട്ടുമാറാത്ത പനിയാണെങ്കിൽ നിർബന്ധമായിട്ടും ടെസ്റ്റുകൾ ചെയ്ത് എന്താണ് കാരണമെന്ന് അറിയണം കേട്ടോ. പനി വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജനറലായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കുക. ശുചിത്വം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, വൃത്തിയുള്ള വെള്ളം കുടിക്കുക, വ്യക്തി ശുചിത്വം നോക്കുക, കൈകൾ വൃത്തിയായി കഴുകുക, കുളിക്കുക, പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഇപ്പൊ ഞാൻ ഡെങ്കിപ്പനിയുടെ ഒക്കെ പറഞ്ഞ പോലെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സൂക്ഷിക്കണം. പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കുകയോ കൊതുകുകൾ പെറ്റുപെരുകാനോ ഉള്ള ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. ഇതൊക്കെയാണ് നമ്മൾ ജനറലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം കൂടി, പറ്റാവുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കണം. ഇതിൽ പല രോഗങ്ങൾക്കും ഇന്ന് കാണുന്ന H1N1 നമുക്ക് കുത്തിവയ്പ്പുണ്ട്, ഇൻഫ്ലുവൻസയ്ക്ക് കുത്തിവയ്പ്പുണ്ട്, മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് എക്ക് നമുക്ക് കുത്തിവയ്പ്പുണ്ട്. ഇതൊക്കെ ഗവൺമെന്റിൽ ലഭ്യമല്ല, നമ്മൾ പൈസ കൊടുത്തെടുക്കേണ്ടതായിട്ട് വരും. പറ്റാവുന്ന ആളുകൾക്ക് അത് എടുക്കാവുന്നതാണ്. നമുക്ക് ഇതൊക്കെ ടൈഫോയിഡിന് കുത്തിവയ്പ്പുണ്ട്, ചിക്കൻ പോക്സിന് കുത്തിവയ്പ്പുണ്ട്. ഇത് കുറെ മരണങ്ങൾ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോ അങ്ങനെയുള്ള ആളുകൾ, പറ്റാവുന്ന ആളുകൾ പൈസ കൊടുത്തിട്ട് അതിനുള്ള കപ്പാസിറ്റി ഉള്ള ആളുകൾ എടുക്കുക എന്നുള്ളത് ഇങ്ങനത്തെ അവൈലബിൾ ഉണ്ട്. അത് ഞാൻ പറഞ്ഞു തരണമല്ലോ. ടൈഫോയിഡ്, ചിക്കൻ പോക്സ്, ഹെപ്പറ്റൈറ്റിസ് എ അതായത് പകരുന്ന മഞ്ഞപ്പിത്തം, ഇൻഫ്ലുവൻസ, H1N1 ഇതിനൊക്കെ എഗെയിൻസ്റ്റ് നമുക്ക് കുത്തിവയ്പ്പുകൾ അവൈലബിൾ ആണ്, പ്രതിരോധ കുത്തിവയ്പ്പുകൾ കേട്ടോ.
പനിയുള്ള ആളുടെ വേറെ റൂമിൽ ഇരുത്തണം പകരം. നോക്കൂ, പനി പകരാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് മധു, പ്രത്യേകിച്ച് വൈറൽ പനികളൊക്കെ. ഇപ്പോഴത്തെ പല പനികളും പകരുന്ന പനികൾ തന്നെയാണ്. അപ്പോൾ പനിയുള്ള ആളെ ഒന്ന് ഐസൊലേറ്റ് ചെയ്യുക, അതായത് അയാളെ വീട്ടിൽ അടച്ചുപൂട്ടി കോവിഡ് ഉള്ള സമയത്ത് പോലെ ഇരുത്തണമെന്നല്ല പറയുന്നത്. പക്ഷെ അവരുപയോഗിച്ച ഭക്ഷണം, അവരുപയോഗിച്ച എന്താ പറയാ വസ്ത്രങ്ങള്, തോർത്തുമുണ്ട്, അതൊക്കെ നിങ്ങൾ പരസ്പരം ഉപയോഗിക്കുമ്പോഴാണ് ഇതൊക്കെ കൂടുതലായിട്ട് വരിക. അപ്പൊ പനിയുള്ള ആളുകൾ ഒരു മാസ്ക് ധരിക്കുന്നതും കുറച്ച് അവരുടെ റൂമിൽ മാത്രമായി റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നതും നല്ലതായിരിക്കും. ഡെഫിനറ്റ്ലി ഈ പനികൾ പകരുന്ന പനികളാണ്, അധിക പനികളും പകരുന്ന പനികളാണ്. സോ എല്ലാവർക്കും വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അവരുപയോഗിച്ച പാത്രങ്ങളും അതുപോലെ തന്നെ അവരുപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കാതിരിക്കാൻ ഒന്ന് ശ്രമിക്കുക, പനി മാറുന്നവരെ. നമ്മൾ പലരും ചോദിച്ചിട്ടുണ്ട് ഈ വാട്ടർ പ്യൂരിഫയറിലെ വെള്ളവും തിളപ്പിച്ച് കുടിക്കണമെന്ന്. നോക്കൂ, ഞാൻ വാട്ടർ പ്യൂരിഫയറിലെ വെള്ളം ഉപയോഗിക്കുന്ന ആളാണ്. ഞാൻ തിളപ്പിച്ചിട്ട് തന്നെയാണ് കുടിക്കാറുള്ളത്. നമ്മൾ എത്രയൊക്കെ തന്നെ അവര് ക്ലീൻ ആക്കണം, പ്യൂരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞാലും തിളപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഉറപ്പാണ് നമ്മൾ കൺമുമ്പിലാണ് അല്ലെ. 100 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ 99.99% വൈറസുകളും ബാക്ടീരിയകളും ഒക്കെ നശിപ്പിക്കപ്പെടും. സോ നമുക്ക് ഇന്ന് കാണുന്ന ഇപ്പൊ കോളറ ബാക്ടീരിയ ആയാലും ശരി, ഏത് ബാക്ടീരിയ ആയാലും ശരി, അത് വെള്ളം തിളപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നശിപ്പിക്കപ്പെടും. സോ അതുകൊണ്ട് എന്തിനാ നമ്മൾക്ക് റിസ്ക് എടുക്കുന്നത്? നമ്മൾ വാട്ടർ പ്യൂരിഫയറിലെ വെള്ളമാണെങ്കിലും തിളപ്പിച്ചിട്ട് അത് ആറിയതിനു ശേഷം മാത്രം കുടിക്കാം. മഞ്ഞപ്പിത്തത്തിന്റെ കുത്തിവയ്പ്പുണ്ടോ? ഉണ്ട്. നമുക്ക് സക്കറിയാം. മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് എ, നമ്മളിപ്പോ ഈ കേൾക്കുന്ന പകരുന്ന മഞ്ഞപ്പിത്തം. മഞ്ഞപ്പിത്തം പല കാരണങ്ങൾ കൊണ്ട് വരാം. എലിപ്പനിയിൽ മഞ്ഞപ്പിത്തം വരാം, ഹെപ്പറ്റൈറ്റിസ് ബി കൊണ്ട് മഞ്ഞപ്പിത്തം വരാം, ചിലപ്പോൾ ലിവറിനുള്ള ക്യാൻസറുകൾ അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ പിത്താശയ സഞ്ചിക്കുള്ള ക്യാൻസറുകൾ കൊണ്ട് മഞ്ഞപ്പിത്തം വരാം. സോ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഒരു രോഗലക്ഷണം മാത്രമാണ്. സോ പകരുന്ന മഞ്ഞപ്പിത്തം ഉണ്ട്, അതായത് മോശമായിട്ടുള്ള ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും. അതാണ് ഇപ്പൊ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മഞ്ഞപ്പിത്തത്തിന് എതിരെയുള്ള വാക്സിനേഷൻ ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് എ, അതായത് ഹാവറിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്സിനേഷൻ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഒരു ഡോസിന് ഏകദേശം 1000 രൂപയോളം വില വരും. അത് 2 ഡോസ് എടുക്കണം. 6 മാസം ഇടവിട്ടിട്ട് 2 ഡോസ് നമ്മൾ എടുക്കണം കേട്ടോ. കുട്ടികൾക്ക് വയറിളക്കം വന്നാൽ എന്തൊക്കെ ഭക്ഷണം കൊടുക്കാം? നോക്കൂ, കുട്ടികൾക്കായാലും വലിയവർക്കായാലും വയറിളക്കം വന്നു കഴിഞ്ഞാൽ ഒരു തെറ്റായ കാര്യം നമ്മൾ ചെയ്യാറുണ്ട്, നമ്മൾ ഭക്ഷണം കുറയ്ക്കും. അതിന്റെ ആവശ്യമില്ല. അതായത് ഭക്ഷണം വയറിന് റെസ്റ്റ് കൊടുക്കണം പറഞ്ഞിട്ട് പലരും വെറും വെള്ളം മാത്രം കൊടുക്കുന്നത് കാണാം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമുക്ക് വയറിളക്കം വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ നോർമൽ ആയിട്ടുള്ള ഭക്ഷണം, ഇപ്പൊ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ചോറും ഇഡ്ഡലിയും ദോശയൊക്കെ കുട്ടിയായാലും വലിയ ആൾക്കാരായാലും കഴിക്കാം. നിങ്ങൾക്ക് സോളിഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് ഒരു നിയമവും ഇല്ല. വയറിളക്കം വന്നു കഴിഞ്ഞാൽ പക്ഷേ ജങ്ക് ഫുഡുകൾ ഒഴിവാക്കണം. നമ്മൾ ഈ പറയുന്ന പുറത്തുനിന്ന് വാങ്ങിയ ഫുഡ് ഒരിക്കലും കൊടുക്കരുത്. അതുപോലെ തന്നെ ഓവർ ആയിട്ടുള്ള പിന്നെ സ്പൈസി ആയിട്ടുള്ള മസാലയൊക്കെ ഇട്ടിട്ടുള്ള ഭയങ്കര ഒരു ബിരിയാണി ഒന്നും ആരും കൊടുക്കില്ലല്ലോ. വയറിളക്കുള്ള സമയത്ത് ചുരുക്കി പറഞ്ഞ ഒരു ബിരിയാണി കൊടുക്കരുത്, കാരണം അത് ദഹിക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് കഞ്ഞി കൊടുക്കാം, ഇഡ്ഡലി കൊടുക്കാം, ദോശ കൊടുക്കാം, ചോറ് കൊടുക്കാം. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പെട്ടെന്ന് ദഹിക്കുന്ന ഏത് ഭക്ഷണവും കൊടുക്കാം എന്നല്ല, കൊടുക്കണം. അതിന്റെ കൂടെ തന്നെ കൂടുതലായിട്ട് ഫ്ലൂയിഡ്സ് കൊടുക്കണം. വെള്ളം, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, ORS ലായനി കൊടുക്കാം, കഞ്ഞിയുടെ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കൊടുക്കാം, നാരങ്ങ വെള്ളം കൊടുക്കാം. ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ വെള്ളം കൂടുതൽ, കാരണം നമ്മൾ വയറിളക്കാണെങ്കിലും ഛർദി ആണെങ്കിലും നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറേ വെള്ളം നഷ്ടപ്പെട്ടു പോവാണ്. ആ നഷ്ടപ്പെട്ടു പോകുന്ന വെള്ളം നമ്മൾ റീപ്ലനിഷ് ചെയ്യണം. ഡോക്ടർ എന്നാണ് ലുലു മാളിൽ വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ, എനിക്കിപ്പോഴും അത് കൺഫേം ആവാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത്, നമുക്കൊരു സർപ്രൈസ് ഉണ്ട് ഈ ഓഗസ്റ്റ് മാസത്തില്. അപ്പൊ നമുക്ക് ലുലു മാളിൽ വെച്ചിട്ട്, പറ്റുമെങ്കിൽ കൊച്ചി ലുലു മാളിൽ വെച്ചിട്ട് എല്ലാരെയും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അതിപ്പോഴും ഡേറ്റ് ഒന്നും കൺഫേം ആവാത്തതുകൊണ്ട് പറയാതിരിക്കുകയാണ്. വൈകാതെ തന്നെ നമുക്ക് ആ ഒരു നല്ല വാർത്ത നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പൊ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ നമ്മളെയൊക്കെ എല്ലാവർക്കും ഈ ജൂലൈ എൻഡോട് കൂടിയിട്ടോ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കോട് കൂടിയിട്ടോ ലുലു മാളിൽ വെച്ച് കാണാം കേട്ടോ. ഡോക്ടർ വാക്സിൻ ഉപയോഗിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ എടുത്തിട്ടില്ല. എനിക്ക് മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ ഇമ്മ്യൂണിറ്റി ഉണ്ട്. സോ ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ എന്റെ മോൾക്ക് പാപ്പുവിന് ഈ എല്ലാ വാക്സിൻസും ഞാൻ കൊടുത്തിട്ടുണ്ട്. അവൾക്ക് ചിക്കൻ ബോക്സിന്റെ വാക്സിൻ കൊടുത്തിട്ടുണ്ട്, ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിൻ കൊടുത്തിട്ടുണ്ട്, എല്ലാ വാക്സിൻസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇതുവരെയുള്ള എല്ലാ കണ്ണിന് ചുറ്റും വേദനയുണ്ട്, പനിയുണ്ട്. നോക്കൂ റേസ്, ഡെഫിനറ്റ്ലി നിങ്ങൾ ഡെങ്കിപ്പനി നോക്കണം കേട്ടോ. ഡെങ്കിപ്പനിക്ക് പനിയുടെ കൂടെ വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് കണ്ണിന് പുറകു വശത്ത് റിട്രോ ഓർബിറ്റൽ പെയിൻ എന്ന് പറയും, തലവേദനയുടെ കൂടെ കണ്ണിന് പെയിൻ വളരെ സ്പെസിഫിക് ആയിട്ട് ഡെങ്കിപ്പനിയിൽ കാണുന്നതാണ്. ദയവ് ചെയ്തിട്ട് ഡോക്ടറെ പോയി കണ്ടിട്ട് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യൂ കേട്ടോ. പാലുൽപ്പന്നങ്ങളൊക്കെ കൊടുക്കാമോ? പിന്നെന്താ, അതിനെന്താ കുഴപ്പം? പാലുൽപ്പന്നങ്ങളൊക്കെ കൊടുക്കാലോ. പിന്നെ ഈ തൈരൊക്കെ കൊടുക്കാൻ പറ്റുമോ? നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പോട് കൂടി തൈര് കൊടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ തൈര് പുറത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് കൊടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. പാല് കൊടുക്കാം, പാലുൽപ്പന്നങ്ങൾ കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അങ്ങനെയൊന്നും ഇപ്പൊ നമുക്ക് വയറിളക്കം വന്ന പാല് കുടിക്കാൻ പാടില്ല അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയൊന്നും ഒരു നിയമവും ഇല്ല കേട്ടോ.
പക്ഷെ ഓവറായിട്ട് നമ്മൾ ഷുഗർ ഇട്ടിട്ടുള്ള ജ്യൂസുകൾ കൊടുക്കരുത്. ഓവറായിട്ട് ഷുഗർ ഇട്ടിട്ടുള്ള ജ്യൂസ് അതുപോലെ കൊടുക്കുക. ഇപ്പൊ ഓറഞ്ച് ജ്യൂസ് ഷുഗർ ഇടാതെ അതുപോലെ ഓറഞ്ച് പിഴിഞ്ഞു കൊടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. ആപ്പിൾ ജ്യൂസ് അതുപോലെ അടിച്ചു കൊടുക്കണോണ്ട്, തണ്ണിമത്തൻ ജ്യൂസ് അതുപോലെ. പക്ഷെ ഓവറായിട്ട് ഷുഗർ ഇടുമ്പോൾ ചിലപ്പോൾ നമുക്ക് വയറിളക്കം കൂടാനുള്ള സാധ്യത ഉണ്ട്. ലുലുമാളിൽ വന്നാൽ കാണാൻ പറ്റുമോ ചോദിക്കണ്ടേ? നമുക്കൊരു പരിപാടി വരുന്നുണ്ട് ലുലുമാളിലായിരിക്കും അധികവും. എനിക്ക് ഡേറ്റും കൺഫേം ആയിട്ടില്ല, പ്ലേസും കൺഫേം ആയിട്ടില്ല. അപ്പൊ എന്താണ് ആ പരിപാടി എന്നുള്ളത് ഞാൻ വൈകാതെ എല്ലാവരിലേക്കും അറിയിക്കാം. അങ്ങനെ ലുലുമാളിലാണ് കൊച്ചിയിലെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും നേരിട്ട് കാണാം കേട്ടോ. എല്ലാവരും വരണം. ഞാൻ ഫൈനൽ സ്റ്റേജിലാണ്. നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു ഡേറ്റും സമയവും ഒക്കെ കിട്ടണ്ടേ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. 15 വയസ്സ് കഴിഞ്ഞാൽ പ്രതിരോധ കുത്തിവയ്പ് എടുക്കാൻ സാധിക്കുമോ? സ്വാബിൻ എടുക്കാൻ സാധിക്കും. നമുക്ക് ഏത് വയസ്സിലും കാച്ചപ്പ് വാക്സിനേഷൻ എന്ന് പറയും. ഇപ്പം നിങ്ങൾക്ക് ചിക്കൻ പോക്സിന്റെ വാക്സിൻ എടുക്കണോ? ഞാൻ ചിക്കൻ പോക്സിന്റെ വാക്സിൻ എടുത്ത ആളാണ്. ഞാൻ എടുത്തത് എന്റെ 26ാമത്തെ വയസ്സിലാണ്. ഓക്കെ, അപ്പോ ആ സമയത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. മഞ്ഞപ്പിത്തത്തിന്റെ വാക്സിൻ എടുക്കാൻ പറ്റും, ടൈഫോയിഡിന്റെ വാക്സിൻ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏത് പ്രായത്തിൽ വേണമെങ്കിലും എടുക്കാൻ പറ്റും കേട്ടോ. ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ വാക്സിനേഷൻ ഷെഡ്യൂൾ ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം കുട്ടികൾക്ക് മാത്രമേ എടുക്കാൻ പറ്റൂ എന്നല്ല, നമുക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റും. രോഗം വരുന്നവരെല്ലാം കൊറോണ വാക്സിനെ പറ്റി നോക്കൂ നജീം, അതിൽ യാതൊരു സത്യവുമില്ല. നമ്മളിത് ഓൾറെഡി ഒരു ടോക്ക് ഇട്ടതാണ്. നമ്മൾ എന്ത് വന്നാലും ഇപ്പൊ കൊറോണയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? നമുക്ക് ഇന്നും ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കാൻ ഞാനും നിങ്ങളൊക്കെ ബാക്കി വന്നത് കോവിഡ് വാക്സിൻ നമ്മളൊക്കെ എടുത്തത് കൊണ്ടാണ്. ഞാൻ അന്ന് ഓർമ്മയില്ലേ, ഞാൻ കോവിഡ് വാക്സിൻ എടുത്ത് എന്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമ്മൾ ഈ ടോക്ക് ചെയ്തതാണ്. പലരും ഈ വാക്സിൻ വിരുദ്ധ ഒരു ചേരിയുണ്ട്, അവർ പല രീതിയിലുള്ള ന്യൂസുകൾ പടച്ചു വിടുന്നുണ്ട്. അപ്പൊ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. നമുക്ക് എല്ലാവർക്കും ഇന്ന് ജീവനോടെ ഇരിക്കാൻ സാധിച്ചിട്ട് പ്രധാനപ്പെട്ടിട്ടും നമ്മുടെ കോവിഡ് വാക്സിൻ നമ്മൾ എടുത്തുകൊണ്ട് തന്നെയാണ്. ഏത് വാക്സിനും ഇപ്പൊ ലക്ഷക്കണക്കിന് എടുക്കുമ്പോൾ സമയത്ത് 1-2 പേരിൽ വരുന്ന ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് ഏത് വാക്സിനും ഉണ്ട്. അത് കോവിഡ് വാക്സിന് മാത്രമല്ല, നമ്മൾ എടുക്കുന്ന ഏത് വാക്സിൻ, നമ്മൾ കൊടുക്കുന്ന പോളിയോയ്ക്ക് വരെയുണ്ട്. അത് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ ഈ 1 ലക്ഷം ആളുകൾ രക്ഷപ്പെടുമ്പോൾ ഒരാൾക്ക് വരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് എടുക്കാതിരിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? അപ്പോൾ നമുക്ക് റിസ്ക് ബെനിഫിറ്റ് എന്ന് പറയും. ബെനിഫിറ്റ് ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ നമ്മൾ അത് എടുക്കുക, അത്രയേ ഉള്ളൂ. ഡോക്ടർക്ക് ഫസ്റ്റ് പ്രൈസ്. ഇത് കോമ്പറ്റീഷനൊന്നുമല്ല, ഇത് കോമ്പറ്റീഷനോ മത്സരമൊന്നുമല്ല കേട്ടോ. പലരും വിചാരിച്ചിരിക്കേണ്ട തിരുവനന്തപുരം ലുലുമാളിൽ ഞാൻ അന്ന് ഡോക്ടേഴ്സിന്റെ ഫാഷൻ ഷോയിൽ പോയിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിയതാണ്. അതല്ല കേട്ടോ, അതൊന്നുമല്ല. ഇത് നമ്മുടെ മാത്രമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഞാൻ പറയാം. എലിപ്പനിക്ക് മുൻകരുതലുകൾ സജീവ് ചോദിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ സജീവ്, എല്ലാവരോടും കൂടി പറയാണ്, എലിപ്പനി പകരുന്നത് മലിനമായ ജലത്തിലൂടെ നമ്മൾ നടക്കുമ്പോഴാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മുടെ പ്രളയ സമയത്ത് എലിപ്പനി പ്രതിരോധത്തിന് എല്ലാ സന്നദ്ധ പ്രവർത്തകരോടും നമ്മൾ ഡോക്സിസൈക്ലിൻ മരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മലിനമായ ജലം, അതായത് എലിയുടെ മൂത്രം കൊണ്ടോ അല്ലെങ്കിൽ ഈ എലിപ്പനിയുള്ള കന്നുകാലികളുടെ മൂത്രം കൊണ്ടോ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മലിനജലത്തിലൂടെ നടക്കുമ്പോഴാണ് എലിപ്പനി വരിക. ഇപ്പൊ നമ്മുടെ മഴക്കാലമാണ്, പല സ്ഥലത്തും മലിനജലമുണ്ട്. നമുക്കറിയില്ല ഇതിൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ അണുക്കളുണ്ട് എന്നുള്ളത്. സോ അങ്ങനെയുള്ള ജലത്തിലൊക്കെ ഇറങ്ങി പണിയെടുക്കുന്ന, ഇപ്പൊ ഈ ഓടകൾ നേരെയാക്കുന്ന ആളുകള്, അങ്ങനെയുള്ള ആളുകളൊക്കെ കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ഉള്ള സ്ഥലം, അതായത് ബൂട്ടും അങ്ങനെയുള്ള കയ്യുറകളും എല്ലാം ധരിച്ചിട്ട് വേണം അങ്ങനെയുള്ള സ്ഥലത്ത് പോയി പണിയെടുക്കാൻ. അതാണ് മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഡോക്സിസൈക്ലിൻ പ്രതിരോധ മരുന്നുകൾ, ഇങ്ങനെ അങ്ങനെ വല്ലാതെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഡോക്സിസൈക്ലിൻ പ്രതിരോധ മരുന്നുകളും എടുക്കാം. 5 വയസ്സിന്റെ വാക്സിൻ എടുക്കാൻ വൈകി, മാർച്ചിൽ എടുക്കേണ്ടതായിരുന്നു. ഇല്ല ആശ, എത്രയും വേഗം. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നല്ലേ പറയാ. കുറച്ച് വൈകിയോണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ, എത്രയും വേഗം പോയിട്ട് എടുക്കും. സീന എന്താ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല. പ്ലീസ് എന്ന് പറയുന്നുണ്ട്. ഞാൻ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാതിരുന്നു. ഒന്നുകൂടി എഴുതുമോ? ക്വസ്റ്റ്യൻ എന്താന്ന് ഒന്നുകൂടി എഴുതുമോ? ഞാൻ കണ്ടില്ല സീനയുടെ ക്വസ്റ്റ്യൻ, ഞാൻ കണ്ടില്ല, സോറി. സീന എഴുതിയിരിക്കുന്നത് DCLD ലിവർ. എനിക്കത് മനസ്സിലായില്ല സീന. DCLD റിവർ എന്ന് പറഞ്ഞാൽ എനിക്കെന്താ മനസ്സിലായില്ല. എന്ത് ലിവറിനാ ഉദ്ദേശിക്കുന്നത്? അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് എഴുതുമോ? അതൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ഇംഗ്ലീഷിൽ എഴുതുമോ? ഓക്കെ. സുഖമാണോ ചോദിക്കേണ്ടത് വിനിത? സുഖമാണ് വിനിത. സുഖമായിരിക്കണോ വിനിത? സുഖമായിരിക്കണില്ലേ? സുഖമായിരിക്കണോ കേട്ടോ. അടുത്ത മാസം ഞാനിപ്പോ നാട്ടിൽ വരാനുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ്. ഞാനും പാപ്പക്കുട്ടി ഉണ്ട് ഇവിടെ. ഞങ്ങളൊരു 4 ദിവസം കഴിഞ്ഞാൽ നാട്ടിലേക്ക് വരും. പിന്നെന്താണ്? യെസ്, എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇനി നമുക്ക് നമ്മുടെ ഒരു 2-3 മിനിറ്റും കൂടിയേ ഉള്ളൂ. ലൈവ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇന്ന് കാണുന്ന എല്ലാവരും ദയവ് ചെയ്തിട്ട് ഇതൊന്നും എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കണം. കാരണം നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ ഇതിപ്പോ ഈ ലൈവ് കാണാൻ പറ്റാത്തവർക്ക് ചോദിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ കുറെ ക്വസ്റ്റ്യൻസ്, നമ്മളെങ്കിൽ പനി എന്ന് പറയുന്ന ഒരു വലിയ ടോപ്പിക് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ കാണുന്ന എല്ലാവരും എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക കേട്ടോ. ഹായ് നിതിൻ, ഐ എം ടോട്ടലി ഫൈൻ.
യെസ്, നജീം താങ്ക്സ് പറയുന്നു. സ്വാതിക സുഖമായിരിക്കുന്നുണ്ടോ ചോദിക്കണ്ട ജിഷ. യെസ് യെസ്, ആ ഒറ്റപ്പാലം KV ഫ്രണ്ട്സ് ആണ്. പാപ്പുന്റെ KV ഫ്രണ്ട്സ് ഇവിടെ ഹായ് പറയണ്ട കേട്ടോ. ഒരു ഹായ് പറയൂ. പാപ്പു അങ്ങോട്ടും ഹായ് പറഞ്ഞേ. ജിഷ സുഖമായിരിക്കണോ? പാപ്പു സുഖമായിരിക്കണോ? സീന ചോദിച്ചില്ലല്ലോ, സീന ക്വസ്റ്റ്യൻ ചോദിച്ചില്ലല്ലോ സീന. ഹായ് അമ്പിളി, ഹായ് അനീഷ്. സജീവ് മാഡം വലിയൊരു സാമൂഹ്യം. നോക്കൂ, ഞാൻ അത്ര വലിയ ആനക്കാര്യമൊന്നും അല്ല ചെയ്യുന്നത്. പറയുന്നത് നിങ്ങളുടെ മനസ്സിന്റെ നന്മ കൊണ്ടാണ്. ഞാൻ ആകെ ചെയ്യുന്നത് എന്താണ്, ഞാൻ പഠിച്ച സംഗതി. എന്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു. എന്റെ അമ്മ എപ്പോഴും എന്നോട് പറയാറുണ്ട്, നമ്മൾ കൊടുക്കുന്തോറും ഏറുന്ന ഒരേ ഒരു ധനേ ഉള്ളൂ അല്ലെ, അതെന്താണ്, നമുക്കറിയുന്ന വിദ്യയാണ്. നമുക്കറിയുന്ന ഒരു കാര്യങ്ങൾ 4 പേർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ പുതിയ അറിവ് കിട്ടും ചെയ്യും. ഞാൻ പഠിച്ചത് കുറച്ചുകൂടി ഉറക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും പറഞ്ഞു കൊടുത്ത് പഠിക്കണം എന്ന് എന്റെ അമ്മ എപ്പോഴും എന്നോട് പറയാറുണ്ട്. ഞാൻ അതേ ചെയ്യുന്നുള്ളൂ. എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരുന്നു, അത്രയേ ഉള്ളൂ. കുട്ടികളിലെ തക്കാളിപ്പനി. ആഷിത ചോദിച്ച നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഹാൻഡ് ഫൂട്ട് മൗത്ത് ഡിസീസ് എന്നാണ് ഈ തക്കാളിപ്പനിയുടെ പേര്. അതുണ്ടാക്കുന്നത് കോക്സാക്കി വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ആണ്. ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമുക്ക് ആക്ച്വലി കാണുമ്പോൾ ഭയങ്കര പേടി തോന്നും. കാര്യം എന്താണെന്ന് അറിയോ, വായിലും ഉള്ളം കൈയിലും കാലിലും ഒക്കെ ഇങ്ങനെ കുമിള പോലെ നമുക്ക് ചിക്കൻ പോക്സ് വരണ പോലെ വരും ഇതിന്റെ ലീഷൻസ്. പക്ഷെ അത് പേടിക്കാനൊന്നുമില്ല. അത് 1-2 ആഴ്ചയിൽ കംപ്ലീറ്റ്ലി പോകും കേട്ടോ. അതിന്റെ കൂടെ പനി ഉണ്ടായിരിക്കും. പക്ഷെ കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം വായുടെ ഉള്ളിലൊക്കെ നിറച്ച് അൾസർ വന്നിട്ടേ ഭയങ്കര പെയിൻ ഒക്കെ ആയിരിക്കും. പക്ഷെ ഇത് കുഴപ്പക്കാരനൊന്നുമല്ല, അത് പെട്ടെന്ന് മാറുന്നതാണ്. പക്ഷെ കുട്ടികളിൽ നിന്ന് കുട്ടികളിലേക്ക് പകരും. അപ്പൊ ഉള്ള കുട്ടികളെ വീട്ടിൽ തന്നെ ഇരുത്തുക, പുറത്ത് കളിക്കാനൊന്നും വിടരുത് കേട്ടോ. ഷീല ചോദിച്ചിരിക്കുന്നു, ഹസ്ബൻഡ് ഈസ് ഹാവിംഗ് ഫീവർ ആൻഡ് ഹെഡേക്ക്, മെഡിസിൻ ഈസ് ഗോയിങ് ഓൺ, മലേറിയ ആൻഡ് ഡെങ്കു നെഗറ്റീവ് ആണ്. ഓക്കെ, കുഴപ്പമില്ല സീന. ടെസ്റ്റുകളൊക്കെ ചെയ്തതാണല്ലോ, നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ സാധാരണ വൈറൽ പനിക്കും ഈ വിട്ടുമാറാത്ത തലവേദനയും പനി ഉണ്ടാവും കേട്ടോ. സീന ചോദിച്ചിരിക്കുന്നത്, എൻഡ് സ്റ്റേജ് ലിവർ ഡിസീസ് ഉള്ള പേഷ്യന്റിന് വയറിളക്കം ഉണ്ടാവുന്നു, മൊത്തത്തിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു. ഓക്കെ സീന, എൻഡ് സ്റ്റേജ് ലിവർ ഡിസീസ് ഉള്ള ആളുകൾക്ക് വയറിളക്കം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാര്യം ഓൾറെഡി അവരുടെ ഇമ്മ്യൂണിറ്റി വളരെ കുറവാണ്. ഒരിക്കലും വീട്ടിൽ വെച്ചിരിക്കരുത്. ദയവ് ചെയ്ത് ആശുപത്രിയിൽ കൊണ്ടുപോകണം. മൊത്തം ചൊറിച്ചിൽ ഉണ്ടാവുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അവർക്ക് ബൈൽ സ്റ്റാസിസ്, അതായത് അവരുടെ പിത്തം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും ലിവർ ഡിസീസിന്. അത് വയറിളക്കമുള്ള സമയത്ത് ചിലപ്പോൾ കൂടുതലായി ഉണ്ടായേക്കാം. അതുകൊണ്ടായിരിക്കും അവർക്ക് ചൊറിച്ചിൽ കൂടുതലാവുന്നത്. സോ ഒരിക്കലും വീട്ടിൽ വെച്ചിരിക്കേണ്ട. ഇങ്ങനെ സ്റ്റേജ് ലിവർ ഡിസീസ് ഉള്ള ആളുകൾക്ക് എന്ത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും അവർക്ക് ആന്റിബയോട്ടിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നേരത്തെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. കാരണം ഇല്ലെങ്കിൽ അത് അധികരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ എന്തായാലും ഡോക്ടറെ കൊണ്ടുപോയിട്ട്, സ്ഥിരമായിട്ട് കാണിക്കുന്ന ഡോക്ടർ ഉണ്ടാവുമല്ലോ, ഒന്ന് ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കൂട്ടോ സീന. ഓക്കെ, മൂത്രത്തിൽ പഴുപ്പ് വന്നാൽ വെള്ളം കുടിച്ചാൽ മാത്രം മതിയോ? പോരല്ലോ. മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൾച്ചർ ടെസ്റ്റ് ചെയ്യണം. മൂത്രത്തിന്റെ കൾച്ചർ ടെസ്റ്റ് ചെയ്യണം. ആന്റിബയോട്ടിക്കുകൾ, അതിനനുസരിച്ച് നമ്മൾ ആന്റിബയോട്ടിക്കുകൾ കഴിച്ചാൽ മാത്രമേ നമ്മുടെ മൂത്രപ്പഴുപ്പ് പ്രോപ്പറായിട്ട് ട്രീറ്റഡ് ആവൂ. വെള്ളം കുടിക്കണം, അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ അത് മാത്രമല്ല അതിന്റെ ട്രീറ്റ്മെന്റ്. മൂത്രപ്പഴുപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻഫെക്ഷൻ ആണ്. അത് നമ്മൾ ആന്റിബയോട്ടിക് വെച്ച് ട്രീറ്റ് ചെയ്യണം കേട്ടോ. വേറെന്താണ് പ്രധാനമായും എടുത്തിരിക്കേണ്ട ഇമ്മ്യൂണൈസേഷൻസ്? നോക്കൂ, ധാരാളം ഇമ്മ്യൂണൈസേഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പകരുന്ന ഈ പകർച്ചപ്പനികളുടെ കാരണമായേക്കാവുന്ന പല 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 കോസുകൾക്ക് നമുക്ക് വാക്സിനേഷൻ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ടൈഫോയിഡ് പനി, അതിന് നമുക്ക് വാക്സിനേഷൻ ഉണ്ട്. ചിക്കൻ പോക്സ് വാക്സിനേഷൻ ഉണ്ട്. പടരുന്ന മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് A വാക്സിനേഷൻ ഉണ്ട്. ഇൻഫ്ലുവൻസ H1N1 വാക്സിനേഷൻ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് എടുക്കാമല്ലോ. ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെയുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുമല്ലോ. ഹാർട്ട് സർജറി കഴിഞ്ഞ കുട്ടിക്ക് പനി വന്നാൽ, നോക്കൂ, ഹാർട്ട് സർജറി കഴിഞ്ഞ കുട്ടികൾക്ക് സിറാജ് പനി വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ വെച്ചിരിക്കരുത്. കാരണം അവർക്കൊക്കെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. വാർഫാറിൻ കഴിക്കുന്ന കുട്ടിയാണ്. സോ അങ്ങനെയുള്ള കുട്ടികൾക്ക്, ഇപ്പൊ നമുക്ക് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്, അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ വെച്ചിരിക്കാതെ ഉടൻ തന്നെ ഡോക്ടറെ കാണിക്കണം കേട്ടോ. കാരണം അവർക്ക് സാധാരണ കുട്ടികളെ പോലെ അല്ലല്ലോ. കോഴിക്കോട് വരുന്ന സമയത്ത് KMO ഓർഫനേജിൽ കുട്ടികളെ കാണാം. പിന്നെന്താ ഗഫൂർ, എന്തായാലും വരാം കേട്ടോ. KMO അല്ലേ, ഇതെവിടെയാ സ്ഥലം? KMO ഓർഫനേജ് എവിടെയാണ്? ഞാൻ കോഴിക്കോട് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും വരാം. അതിന്റെ സ്ഥലം കൂടി ഒന്ന് എഴുതി മെസ്സേജ് അയക്കണേ. ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരുന്നു എന്ന് പറയുന്നത് തൗസീഫ്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന വയറുവേദന, അതിന്റെ കൂടെ ബാക്കി എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് കൂടി അറിയണം. നമുക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നമ്മൾ വയർ പരിശോധിക്കണം, സ്കാനിങ് എടുത്ത് നോക്കണം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വയറുവേദന ഉണ്ടെങ്കിൽ വെച്ചിരിക്കേണ്ട. അതെന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ടെസ്റ്റുകളും നിങ്ങളെ നേരിട്ട്, കൊടുവള്ളിയാണ് അല്ലെ, കൊടുവള്ളി. ഓക്കെ ഗഫൂർ, നേരിട്ട് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് തൗസീഫ്. അപ്പൊ അതുകൊണ്ട് വെച്ചിരിക്കുക. അതൊരു സർജൻ ഡോക്ടറെ ഒന്ന് കാണിക്കൂ കേട്ടോ, ജനറൽ സർജൻ ഡോക്ടറെ.
അടുത്ത ലൈവ് അറിയിക്കണം. സോറി കേട്ടോ, ഇന്നത്തെ ലൈവ് ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ എന്തായാലും അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ലൈവ് ചെയ്യാമെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നിയതുകൊണ്ട് വന്നതാണ്. ഞാൻ ഇനി ലൈവ് ഇങ്ങനെ വരുമ്പോൾ ഡെഫിനറ്റ്ലി അറിയിക്കാം കേട്ടോ. നേരത്തെ കൂട്ടി ഞാൻ പോസ്റ്റ് ഇടാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ലൈവ് നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? സമയമായി. അപ്പോൾ ഒരുമാതിരിപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാണുന്ന എല്ലാവരും ഇപ്പൊ 240-ലധികം ആളുകൾ കാണുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക. മാക്സിമം കാണാത്ത ഇപ്പൊ ലൈവില് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്കും ഇതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടോക്ക് ആയിരിക്കും കേട്ടോ. ഷീല പറയുന്നുണ്ട് UK 2 കുട്ടികൾ മരിച്ചു ഇപ്പൊ ഈ പനി ബാധിച്ചിട്ട് എന്നുള്ളത്. ഓക്കെ, യെസ് കൊടുവള്ളി വരുമ്പോ അറിയിക്കാം കേട്ടോ. അബ്ദുൽ ലത്തീഫ് പറയുന്നുണ്ട്. യെസ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പൊ എല്ലാവരുടെ കൂടി കുറെ കാലത്തിന് ശേഷം ഒന്ന് നേരിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം 2 ദിവസത്തിനുള്ളിൽ തന്നെ. എല്ലാവർക്കും നന്ദി. ഗുഡ് നൈറ്റ്.